അവിടെ എൻഡെന്നല്ലേ കാണിക്കുന്നുള്ളൂ, ഗോന്ന് കാണിക്കുന്നില്ലല്ലോ മുകളിൽ. എൻഡെന്നല്ലേ കാണിക്കുന്നത്? ആ ഓക്കെ ശരി. വിഷൽ വരുന്നുണ്ടോ? ആ ഓക്കെ ശരി. എന്നാണെങ്കിൽ അത് ഞാൻ പറയുമ്പോൾ എൻ്റെ അടിച്ചാൽ മതി കേട്ടോ. ശരി.
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. സർവേശ്വരൻ സ്തുതി
അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ, ജീവിക്കുന്നവരുടെ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഈ സഹോദരിക്ക് പാപശാന്തിയും പരമാനന്ദവും പ്രദാനം ചെയ്യണമേ. വിശ്വാസം പാലിച്ചുകൊണ്ട് തന്റെ ഓട്ടം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ സഹോദരിയെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമേ, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ഭഗ്നാശനാവുകയില്ല. അങ്ങന്റെ ദൈവവും രക്ഷകനുമാകുന്നു. ഞാൻ എപ്പോഴും അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. എന്റെ ചെറുപ്പകാലത്തെ പാപങ്ങൾ മറന്ന് കാരുണ്യപൂർവം എന്നെ കടാക്ഷിക്കണമേ. കർത്താവേ, എന്നെ കടാക്ഷിച്ചനുഗ്രഹിക്കണമേ. ഞാൻ ഏകാകിയും നിസ്സഹായനുമാകുന്നു. പീഡകളിൽ നിന്ന് എനിക്ക് മോചനം നൽകി എന്റെ ഹൃദയവേദനകൾ നീക്കണമേ. എന്റെ അധ്വാനവും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധമായ ചിന്തകളോടെ അങ്ങയുടെ ബലിപീഠത്തിനു മുമ്പാകെ നിൽക്കുവാൻ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും ആവർത്തനവുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിച്ചാൽ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവരോടുകൂടി ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ
നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായി ഈശോ അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാദിയോളപ്പുറമായിരുന്നു. അനേകം യഹൂദർ മാർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. ഈശോ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെയിരുന്നു. മർത്ത ഈശോയോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ഈശോ അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്താവിനോട് പറഞ്ഞു, അന്തിമനാളിലെ ഉദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഈശോ അവളോട് പറഞ്ഞു, ഞാനാകുന്നു ഉദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യമായി മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ മിശിഹ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട സിസബീനയുടെ ബന്ധുമിത്രാദികളെ, കുടുംബാംഗങ്ങളെ, CMC കുടുംബത്തിനും സിസബീനയുടെ കുടുംബാംഗങ്ങൾക്കും അനുശോചനം രേഖപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ അപ്പസ്തോലന്മാരെ ആശ്വസിപ്പിച്ചതുപോലെ നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. ഓരോരുത്തരെയും ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സമയമാകുമ്പോൾ, സ്ഥലമൊരുങ്ങി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ സിസ്റ്റർ ബീന നിത്യതയിലേക്ക്
യാത്രയാവുകയാണ്. സ്വർഗത്തിൻ്റെ കവാടത്തിൽ എത്തി നിൽക്കുകയാണ്. പ്രഥമ വ്രതവാഗ്ദാനത്തിൻ്റെ അവസരത്തിൽ മുടി നൽകിക്കൊണ്ട് മെത്രാൻ ചൊല്ലുന്നൊരു പ്രാർത്ഥന, നല്ല ഓട്ടം ഓടി വിശ്വാസം സംരക്ഷിച്ച് നീതിയുടെ കിരീടം നിനക്ക് ദൈവം നൽകട്ടെ. പ്രഥമ വ്രത സ്വീകരണത്തിൻ്റെ വാഗ്ദാന സ്വീകരണത്തിൻ്റെ അവസരത്തിൽ മനോഹരമായ ആ ശുശ്രൂഷകളിൽ ഹൃദയം പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് അന്ന് സ്വീകരിച്ച ആ വാഗ്ദാനം, അന്ന് ഏറ്റെടുത്ത ആ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് ശിരസിൽ ചൂടിയ ആ കിരീടം സ്വന്തമാക്കുന്നതിന് വേണ്ടി നിത്യതയിലേക്ക് കടന്നു പോവുകയാണ്. നല്ലവണ്ണം യുദ്ധം ചെയ്ത് നല്ല ഓട്ടമോടി വിശ്വാസം കാത്ത് അവിടുന്ന് ഒരുക്കിയ ആ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്രഥമ വ്രത വാഗ്ദാനത്തിൽ സ്വീകരിച്ച ആ വ്രതങ്ങളെല്ലാം വിശ്വസ്തയോടുകൂടി ജീവിച്ച് ഒരു പുണ്യവതിയായി വിശുദ്ധിയായിട്ട് നിത്യതയിലേക്ക് കടന്നു പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ബീന എന്ന് അവരെ അടുത്ത് പരിചയമുള്ള നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വിശുദ്ധയുടെ മൃതസംസ്കാര ശുശ്രൂഷകളിലാണ് നാം പങ്കെടുക്കുന്നത്. ദീർഘനാളത്തെ വളരെ അടുത്ത് പരിചയമുള്ള എനിക്ക് ഉറപ്പായിട്ട് അറിയുവാൻ സാധിക്കും. തൻ്റെ ശുശ്രൂഷയുടെ നാളുകളിലും നിത്യതയിലേക്ക് താൻ വിളിക്കപ്പെട്ട സമയമായി അതിൻ്റെ കവാടങ്ങൾ തുറന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവസരത്തിലെല്ലാം സുവിശേഷ മൂല്യങ്ങളോട് ചേർന്ന് സഞ്ചരിച്ച് തന്നെ ഫലമേൽപ്പിച്ച കക്രാകൾ, താലന്തുകൾ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുവാൻ സന്യാസ ജീവിതത്തിൽ അവർക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഓർക്കാം. കർമ്മലിത്ത സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നുള്ള അവരുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര. ഈ സമൂഹത്തിൻ്റെ നെടുന്തൂണുകളിൽ ഒരാളായിട്ട് താൻ പരിശീലനം നൽകിയ സമർപ്പിതർക്കെല്ലാം എപ്പോഴും ആശ്വാസമായി, സഹായമായി, കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കർമ്മലിത്ത ആധ്യാത്മികതയുടെ ധീരമായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ധൈര്യം പകർന്നിരുന്നവർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ എല്ലാ അർത്ഥത്തിലും വിശ്വസ്തയോടുകൂടി ജീവിച്ചുകൊണ്ട് അവർ ലോകത്തിൻ്റെ പ്രകാശമായി ജീവിക്കണമെന്ന കർത്താവിൻ്റെ വാക്കുകൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കി. സിസ്റ്റർ ബീന വിശുദ്ധമായ ജീവിതം നയിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. 84-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശുദ്ധരായിട്ടുള്ള ആളുകൾ അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാൽ എന്നതുപോലെ അത് പരിപുഷ്ടമാവുകയും ചെയ്യും. സിസ്റ്റർ ബീനയുടെ സാന്നിധ്യവും അവരുടെ വാക്കുകളും അവരോടൊപ്പം ചിലവഴിക്കുന്ന കുറച്ച് സമയങ്ങളുമെല്ലാം ഒരു പുതുമഴയാൽ എന്നതുപോലെ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അപ്രത്യക്ഷമാക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അത് ഒരു വിശുദ്ധർക്ക് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. വിശുദ്ധരായിട്ടുള്ള വ്യക്തികളെല്ലാം ദൈവം നിത്യതയിലേക്ക് നേരത്തെ വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഭംഗിയായിട്ട് ഉത്തരം നൽകുന്നുണ്ട്. തൻ്റെ ഹ്രസ്വമായ ജീവിതം 24 വയസ്സ് നിത്യതയിലേക്കുള്ള കവാടം തനിക്കായി തുറന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ സന്തോഷത്തോടുകൂടി പറയുകയാണ്, ക്ലേശം നിറഞ്ഞതും അന്ധകാരമയവുമായ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പ്രകാശപൂരിതമായ കവാടം എനിക്കായിട്ട് കാത്തിരിക്കുകയാണ്. അതെനിക്കായി നേരത്തെ ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് വളരെ നേരത്തെ തന്നെ കർത്താവിന് എന്നെ ബോധ്യപ്പെടുത്തി തന്നിരുന്നു. ഒരു കർഷകന് തൻ്റെ കൃഷിയിടത്തിൽ ഫലവൃക്ഷങ്ങൾ നടുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്?
ഏറ്റവും വേഗം ഫലം ചൂടണം. നേരത്തെ ഫലം ചൂടിയാൽ വളരെ സന്തോഷം. ഈ ലോകത്തിലേക്ക് ദൗത്യവുമായിട്ട് പറഞ്ഞയച്ച ദൈവം ഈ ലോകത്തിൽ അവരുടെ ദൗത്യം വളരെ നേരത്തെ പൂർത്തിയാക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലുള്ള പിതാവ് എത്രയോ സന്തോഷിക്കുകയാണ്. അതുകൊണ്ടാണ് എന്നെ നേരത്തെ തിരികെ വിളിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ബീന സിസ്റ്ററിനെയും നേരത്തെ കർത്താവ് വിളിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല, അവർ പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ പ്രിയങ്കരായിട്ടുള്ള ആളുകളെ ദൈവം നേരത്തെ വിളിക്കുകയാണ്. ഡൊമിനിക് സാവിയോ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, എത്രയോ വലിയ വിശുദ്ധരെ നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഫൗസ്റ്റീന, അൽഫോൻസാമ, തനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഈശോ നേരത്തെ വിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിശുദ്ധമായ ജീവിതം ഈ ലോകത്തിൽ അവരുടെ സാന്നിധ്യം ശക്തമായി നൽകിക്കഴിഞ്ഞ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ, ഫലദായകമായപ്പോൾ ഈശോ തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ വിശുദ്ധമായ ജീവിതമായിരുന്നു അവരുടേതെന്ന് നമുക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, കാരുണ്യമുള്ളവരാണ്. സിസ്റ്റർ ബീനയോട് അടുത്ത് നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അവർ കാരുണ്യത്തിൻ്റെ പ്രഭ ചൊരിഞ്ഞിരുന്നു. ഏറെ പ്രത്യേകിച്ച് രോഗികളായ സഹോദരിമാരോട്, തൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അവർക്ക് എത്രയോ കാരുണ്യവും സ്നേഹവുമാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അവരെ ഹൃദയത്തോട് ചേർത്ത് സ്വന്തം സഹോദരങ്ങളെ പോലെ ശുശ്രൂഷിക്കുവാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നല്ല അടയാളമല്ലേ? വിശുദ്ധർക്ക് ദൈവം നൽകുന്ന വലിയ ദാനം കാരുണ്യത്തോടെ എപ്പോഴുമായിരിക്കും. വിശുദ്ധരായ വ്യക്തികൾ എപ്പോഴും നിശബ്ദരായിരിക്കും. പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലുമെല്ലാം ഒരേ നിശബ്ദത അവർക്കുണ്ടായിരിക്കും. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാതെ നിശബ്ദത പാലിക്കുന്ന ഈശോ, തൻ്റെ വേദനയുടെയും ദുഃഖങ്ങളുടെയും നിമിഷങ്ങളിൽ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുമ്പോഴും നിശബ്ദനായ ഈശോ. നിശബ്ദതയാണ് ദൈവത്തിൻ്റെ ഭാഷ എന്ന് പഠിപ്പിച്ച കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ആത്മീയത ആഴത്തിൽ സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു സിസ്റ്റർ ബീന. ഏത് പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും സമചിത്തതയോടെ അതിനെ നേരിടുവാനും നിശബ്ദതയോടെ അതിനെ നേരിടാൻ അവർക്ക് കഴിഞ്ഞു എന്ന് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എത്ര ഭംഗിയായിട്ടാണ്, ശാന്തമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവർ നേരിടുന്നതെന്ന്. അത് വിശുദ്ധർക്ക് ദൈവം നൽകുന്ന വലിയൊരു കൃപയാണ്, ദാനമാണ്. അത് സിസ്റ്റർ ബീനയ്ക്ക് നൽകിയിരുന്നു. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് അവരൊരു വിശുദ്ധ എന്ന് സമർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയും. അവർ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ ആഹ്ലാദിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, മണവാളൻ തൻ്റെ സുഹൃത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ എത്രയോ ആഹ്ലാദിക്കും. അതുപോലെ തൻ്റെ കാത്തിരുന്ന നിമിഷം, സന്യാസ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ വ്രതം സ്വീകരിക്കുന്ന അവസരത്തിൽ ആ കിരീടം നൽകുമ്പോൾ അന്നു മുതൽ അധ്വാനിക്കുകയാണ്, കാത്തിരിക്കുകയാണ് നിത്യതയുടെ കിരീടം, തൻ്റെ മണവാളനുമായുള്ള കൂടിക്കാഴ്ച സ്വർഗത്തിൽ. അത് ഇന്ന് അവർക്ക് സാധ്യമായിരിക്കുകയാണ്. സ്വർഗത്തിലെ ആ കവാടത്തിൽ, അവിടുത്തെ സന്നിധാനത്തിൽ മണവാളനോടൊപ്പം ഭക്ഷണം കഴിക്കുകയാണ്. മണവാട്ടിയുടെ സ്വരം കേൾക്കുമ്പോൾ മണവാളൻ എത്രയോ ആഹ്ലാദിക്കുമെന്ന് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയും. വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സ്വർഗത്തിൽ ചെയ്യുമെന്ന്. മരണത്തിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റർ ബീന ഓർത്തിട്ടുണ്ട്, ഈ ഭൂമിയിലായിരുന്നപ്പോൾ വളരെയധികം കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അവർ ചെയ്തു. അതിനേക്കാൾ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. നമ്മുടെ ഈ സമൂഹത്തിന്, സഭയ്ക്ക്, നമുക്ക് ഓരോരുത്തർക്കും
ഒരു മധ്യസ്ഥ സ്വർഗത്തിലുണ്ട്. ഈ ഭൂമിയിൽ നമുക്കവർ സമാശ്വാസമായതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സ്വർഗത്തിലിരുന്ന് അവർ നമുക്ക് വേണ്ടി ചെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണ്. അവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയുകയില്ല. കാരണം അവർ വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യതയുടെ കിരീടം അവർക്ക് നൽകണമേ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളിൽ അവരെ ഓർക്കാം. പ്രത്യേകമായിട്ട് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം. നല്ലൊരു സമർപ്പിതയെ നമുക്ക് നൽകിയതിന്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് നല്ല മാതാപിതാക്കൾ നൽകി. കുടുംബാംഗങ്ങളുടെ സ്നേഹം, ഒരിക്കലും എനിക്ക് വീട്ടിൽ പോകുവാനും കുടുംബാംഗങ്ങളുമായിട്ടുള്ള ആഴമായ ബന്ധം മനസ്സിലാക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു. നല്ല കുടുംബാംഗങ്ങളെ നൽകിയതിന്, അവരുടെ വിശുദ്ധമായ ശുശ്രൂഷയിലൂടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ താമരശ്ശേരി പ്രൊവിൻസിനെ ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത്, കരുത്ത് നൽകിയതിനെ ഓർത്ത് എല്ലാറ്റിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നിത്യതയുടെ കിരീടം അവർക്ക് നൽകണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ സമ്മാനം അവർക്ക് നൽകി കിരീടം നൽകിക്കൊണ്ട് സ്നേഹത്തിലേക്ക് അവർ ചേർക്കട്ടെ. സ്വർഗത്തിലിരുന്ന് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ ഈ സഹോദരിയുടെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സഹോദരിയുടെ ആത്മാവ് അനന്തമായ സ്നേഹത്താൽ ഇയാളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ വീണ്ടെടുക്കുകയും ചെയ്ത മിശിഹായെ, ശിഷ്യകളിൽ നിന്ന് മോചനം നൽകി ഇയാളുടെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവും മറ്റു കൂദാശകളാൽ വിശുദ്ധീകൃതവുമായ ഇയാളുടെ ആത്മാവിനെ നിത്യാനന്ദത്തിന് അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുശരീര രക്തങ്ങളാൽ പരിപുഷ്ടമായ ഈ ആത്മാവിന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകബന്ധങ്ങളെല്ലാം പരിത്യജിച്ച് പ്രാർത്ഥനയിലൂടെയും വ്രതബദ്ധ ജീവിതത്തിലൂടെയും അങ്ങേ അനുഗമിച്ച ഈ ദാസിയുടെ ആത്മാവിനെ അനന്തമായ സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ നിത്യസഹചാരിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വയം പരിത്യജിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് അങ്ങേ അനുഗമിക്കുകയും സന്യാസ ജീവിതത്തിന്റെ കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്ത ഇയാളിന് നിത്യാശ്വാസം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമതികളായ കന്യകമാരെ പോലെയും വിശ്വസ്തനായ ഭൃത്യനെ പോലെയും അങ്ങയുടെ വരവ് കാത്തിരുന്ന ഈ ആത്മാവിനെ സ്വർഗമടവറയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരമേറിയ ചുമതലകളുടെ നിർവഹണത്തിൽ ഇയാൾക്ക് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യപൂർവ്വം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഉദ്ധാനം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന സഭാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹായെ, അഭേദ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരിയെ കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇയാൾ ചെയ്തു പോയിട്ടുള്ള പാവങ്ങളെല്ലാം പുറത്ത് നീതിമാന്മാരോടുകൂടി ഇയാളെ നിത്യമഹത്വം അണിയിക്കണമേ. ലോകത്തിൽ ഇയാളെ ഓർത്ത് വിലപിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ
കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ
മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും മൂന്നാം ദിവസം അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവിന്റെ പ്രധാനാത്മായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സദൈവവും സാർവത്രികവുമായ സഭയും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപവാചകത്തിലൂടെ ഞങ്ങളായി ശരീരത്തിന്റെ കഴിവും നിത്യായുസ്സുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സർവ്വത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാത്രിയർക്കീസുമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാ സമൂഹത്തിലെ മറ്റു ജീവിതാന്തസ്തുകളിൽപ്പെട്ട പരേതർക്കും പ്രത്യേകിച്ച് ഭീനാമയ്ക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണവുമാകാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാ തനിയർക്കും വേണ്ടിയും ഇപ്പോൾ തിരുമുൻപിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ്വപിതാവാം
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യഗണത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കും. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. പരിശുദ്ധരും രൂപികളുമായ പ്രൊവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസനോട് സ്വീകരിച്ചു. വേഗവും ബുദ്ധിമുള്ള കൃത്യമായ ആത്മാവോടും കൃത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ നിങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുന്നതുമായ ദാസർ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും ഇതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കും. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ
സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുപതാധീഷ്ണായ മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുപതാധീഷ്ണായ മാർ എമേജിയോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായെന്ന് വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗതരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകമായി സിസ്റ്റർ ബീനയ്ക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഉന്നതിയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണം. ജീവിതകാലം മുഴുവൻ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അംഗീകരിച്ചുവെന്ന് ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ, ശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കഥാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോട് പ്രത്യാശ അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനം നാഥ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. സ്നേഹത്തിന്റെ ദിവ്യപരിമളത്താൽ എന്നെ പൂരിതനാക്കി വഴിതെറ്റി പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ
ഞങ്ങളുടെ ഇടയായി എനിക്കറിയാവുന്നതും അറിവുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാവങ്ങളും എന്നോട് ക്ഷമിക്കുന്നു. മഹനീയവും വിശുദ്ധവുമായി കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ദൈവജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായി ഈ ബലിപീഠത്തെയും പാവമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിലും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കടകളിൽ ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റുള്ളവർ തങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ വരുവിൻ, ദൈവപുത്രന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. മരിച്ചുപോയ ഈ സഹോദരിക്ക് വേണ്ടി ദൈവാനുഗ്രഹം യാചിക്കുകയും ചെയ്യാം.
പവിത്രവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളുടെ ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ കാരുണ്യപൂർവ്വം ഞങ്ങളെ യോഗ്യരാക്കി ഞങ്ങളോട് കരുണ കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും എന്നേക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിൻ തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥാനിൽ മരിച്ചാലും ജീവിച്ചിടും ചൊന്നു നീ, നിൻ തിരുരക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം നരനേ നീ സ്വർഗം നേടിടുമൊരു നാളിൽ മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ ഉണരട്ടെ. അവരുടെ സ്മരണയുയർത്തിടുമീ. ബലിയിൽ ചേർന്നവരെല്ലാരും കൃപയാലെന്നും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അഭിവന്യമാർ റെമിഗ്യൂസ് പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട ജനറൽ അച്ഛ, സ്നേഹമുള്ള ചാൻസലർ അച്ഛ, മറ്റ് ബഹുമാനരായ വൈദികരെ, CMCയുടെ ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട മദർ ജനറൽ മദർ സിബി, ജനറൽ കൗൺസിലർ സിസ്റ്റർ ആൻ ഡേവിസ്, മറ്റ് സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ഇടവകാംഗങ്ങളെ, ദൈവത്തിൻ്റെ അതിവിശിഷ്ടമായ സന്യാസ ദൈവങ്ങളെ സ്വീകരിച്ച് സന്തോഷത്തോടെ തൻ്റെ സമർപ്പണ ജീവിതം പൂർത്തിയാക്കി നിത്യതയിലേക്ക് യാത്രയാകുന്ന ഞങ്ങളുടെ ബീനാമിക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സെന്റ് മേരീസ് പ്രോവിൻസിന്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് CMC കുടുംബത്തിൽ നിന്നും ബീനാമ യാത്രയാകുമ്പോൾ ഞങ്ങളുടെ ദുഃഖത്തിലും വേദനയിലും പങ്കുചേർന്ന എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കട്ടെ. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഏറെ ത്യാഗപൂർവം സംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ സന്മനസ് കാണിച്ച അഭിമന്യമാർ റെമിഗ്യൂസ് പിതാവിനെ നമുക്കറിയാം. ഇപ്പോൾ സിനഡ് നടക്കുകയാണ്. പിതാവാണ് ഇന്നത്തെ മോഡറേറ്റർ. എന്നിട്ടും എന്നോട് പറഞ്ഞു, ഞാൻ വരാം, ഞാൻ എന്നെ നേരത്തെ വിട്ടാൽ മതി. അത്രമാത്രം അമ്മയോടും ഞങ്ങളോടും കാണിച്ച ഈ സ്നേഹത്തിന്, കരുതലിന് പിതാവെ അങ്ങയോട് ഞങ്ങൾ ഏറെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ബീനാമ
രോഗശൈലിയിലായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വന്ന് സന്ദർശിക്കുകയും ആത്മീയ സഹായങ്ങൾ നൽകുകയും രോഗിലേഖനം കൊടുക്കുകയും ചെയ്ത പിതാവ് അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ ഉടനെ വന്ന് ഒപ്പീസ് വേണ്ടി പ്രാർത്ഥിക്കുകയും സിനഡിന്റെ തിരക്കുകൾ ക്രമീകരിച്ചുകൊണ്ട് ഇവിടെ അമ്മയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിതാവിന് ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. ബീനാമ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അമ്മയെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ഇന്ന് സ്വർഗത്തിലായിരിക്കുന്ന അഭിമന്യമാർ ചിറ്റിലപ്പള്ളി പിതാവിനെ സ്നേഹത്തോടെ ഞങ്ങൾ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രോഗാവസ്ഥയിൽ ബീനാമയെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും മരണത്തിനൊരുക്കുകയും ഉദാസനയിലൂടെ ശക്തിപ്പെടുത്തുകയും ചെയ്ത അരമനയിലെ രൂപതാ ഭവനിലെ ജനറാളച്ചനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാൻസലർ അച്ഛനോടും രാജേഷ് അച്ഛനോടും സെന്നാരിലെ രൂപതാ ഭവനിലെ വൈദികരോടും സ്നേഹപൂർവ്വം അവരെ സ്നേഹപൂർവ്വം അനുസ്മരിക്കുകയും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യുന്നു. അമ്മയോട് സഹപ്രവർത്തകർ കൂടുതൽ പഠിച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫാദർ വർഗീസ് ഇന്ന് സഹകാർമ്മികനായിരുന്നു. അദ്ദേഹത്തെയും ഈ വിവരം അറിയിച്ചപ്പോൾ ഞാൻ വരും എന്ന് പറഞ്ഞ് ഇവിടെ എത്തുകയും സഹകാർമ്മികനായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന് അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. അതുപോലെ സഹകാർമ്മികനായ ബിനു അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ തേക്കുംകുറ്റി ഇടവകയിൽ ചാപ്പലിൽ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ നിന്ന് ജനങ്ങളും അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഒക്കെ വന്ന് ഒപ്പീസിൽ പ്രാർത്ഥിക്കുകയും തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്ത എല്ലാ വൈദികരെയും അതുപോലെ തന്നെ മറ്റ് സന്യാസ സമൂഹത്തിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ച ഞങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാ വൈദികരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു, നന്ദി പറയുന്നു. മൃതസംസ്കാര ശുശ്രൂഷ അനുഗ്രഹപ്രദമാക്കുവാൻ എല്ലാ സഹായവും ചെയ്തെന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടുള്ള നന്ദിയും കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം അച്ഛന് ഇന്ന് മഞ്ചേരിയിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതിൽ പോയി കണ്ടച്ഛൻ പോലെയാണ് ചെയ്തത്. അച്ഛനത് നടത്തേണ്ടതായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛ അങ്ങേക്ക് നന്ദി. അഭിമാനാർഹമായി സമർപ്പിത ജീവിതത്തിന് കരുത്തും ശക്തിയുമായി തീർന്ന സ്വർഗത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നന്ദിയോടെ അനുസ്മരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബീനാമ്മ രോഗാവസ്ഥയിലായ വാർത്ത അറിഞ്ഞ് പല പ്രാവശ്യം ബീനാമ്മയെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ഏറെ തിരുക്കൾ ഉണ്ടായിരുന്നിട്ടും തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജനറാളച്ചനെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി തിരക്കുകൾ ഉണ്ടായിട്ടും അമ്മയോടൊപ്പം റൂമിൽ അമ്മയോടൊപ്പം പഠിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജനറാളം എത്തിയിട്ടുണ്ട്. ഒത്തിരി തിരക്കുകളാണ്. നാളെ ഞങ്ങളുടെ പ്ലീനറി തുടങ്ങുകയാണ്. എന്നിട്ടും അമ്മ ഞങ്ങളോടൊപ്പം എത്തി. അമ്മയ്ക്കും കൗൺസിലേഴ്സിനും അവിടെ നിന്നെത്തിയ എല്ലാ സിസ്റ്റേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയട്ടെ. അതുപോലെ തലശ്ശേരി, മാനന്തവാടി, കർണാടക പ്രൊവിൻസുകളിലെ അമ്മമാരും സിസ്റ്റേഴ്സും ബീനാമ്മയുടെ രോഗാവസ്ഥയിലും വന്നു കാണുകയും പ്രാർത്ഥന വഴി ശക്തി പകരുകയും ചെയ്തു. ഇന്ന് സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ഏറെ ത്യാഗപൂർവ്വം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രൊവിൻഷ്യൽ അമ്മമാരോടും സിസ്റ്റേഴ്സിനോടും മറ്റ് സന്യാസിനി സമൂഹത്തിലെ എല്ലാ സിസ്റ്റേഴ്സിനോടും ഞങ്ങൾക്കുള്ള കടമയും നന്ദിയും ഇത്തരണത്തിൽ അറിയിക്കട്ടെ. ബീനാമ്മയുടെ രോഗാവസ്ഥയിൽ ഏറെ ത്യാഗപൂർവ്വം ബീനാമ്മയെ ശുശ്രൂഷിച്ച ചാവറ ഹോസ്പിറ്റൽ മഠത്തിലെ സുപ്പീരിയർ സിസ്റ്റർ സീനിയോടും സിസ്റ്റർ സൂസൻ, സിസ്റ്റർ നമിത, അവിടുത്തെ ഞങ്ങളെ അമ്മയെ ശുശ്രൂഷിച്ച എല്ലാ ഡോക്ടേഴ്സിനോടും എല്ലാ സിസ്റ്റേഴ്സിനോടും നന്ദിയോടും കടപ്പാടുകളോടും കൂടി ഞങ്ങൾ ഓർക്കുന്നു. ബീനാമ്മയ്ക്ക് യാതൊരു കുറവും വരാതെ കാത്തു സംരക്ഷിച്ച പ്രിയ സഹോദരിമാരെ നിങ്ങൾക്ക് നന്ദി. ബീനാമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്ന രൂപതയിലെ മറ്റ് സന്യാസത്തിലെ വൈദികരെയും വിവിധ സന്യാസത്തിലെ സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ അനുസ്മരിക്കട്ടെ. തിരുവമ്പാടി ഇടവകയിൽ നിന്നും ബീനാമ്മയെ വന്ന് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നീ കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ബീനാമ്മയോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കിയ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്തി നന്ദി പറഞ്ഞുകൊണ്ട്
ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സ്വർഗത്തിൽ നമ്മൾ ഒരുമിക്കുന്നവരെ ബീനാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും ഭാവികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ശിവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു, അതെത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. എനിക്കുള്ള ശിക്ഷയെല്ലാം ഇളച്ചു തരണമേ. പാപത്തിനുള്ള ശിക്ഷയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു. കരുണയുള്ള കർത്താവേ, കരയുന്നവർ അങ്ങയെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ആരാധകനായ ദൈവം നീതിയുടെ കിരീടം ഇന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാണ്. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് അന്തിമ അഭിവാദനം അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന എന്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞാൻ എന്റെ നിത്യഭവനത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യവിശ്വാസത്തോടുകൂടി ലോകം വിട്ടുപോയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നീതിമാന്മാർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവരോടുകൂടി ഇയാളെയും തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പരിമള
മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. ശുദ്ധമാമോദീസയിൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും സന്യാസവ്രതാനുഷ്ഠാനത്താൽ അനുഗ്രഹീതവുമായ ഈ ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സോപ്പാ കൊണ്ട് എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, അങ്ങേ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കുകയും ഖബറിടം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി, ഇതുവരെ ഞങ്ങൾ അങ്ങയെ അനുഗമിച്ചു. ഇനി ദൈവത്തിന്റെ മാലാഖാമാർ അങ്ങയെ അനുഗമിച്ചുകൊള്ളും. മനുഷ്യാ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങയെ ഉയർപ്പിച്ച് തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ത്യാഗപൂർണമായ സന്യാസ ജീവിതത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പശ്ചാത്തപിക്കുന്ന പാപികളെ സ്നേഹപൂർവം സ്വീകരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കർത്താവേ, എല്ലാ തലമുറകളിലും അഗ്നികളുടെ അഭയമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യരെ അങ്ങ് പൊടിയിലേക്ക് വ്യതിരിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് 1000 വത്സരങ്ങൾ അസ്തമിച്ചൊരു ദിവസം പോലെയും
രാത്രിയുടെ യാമം പോലെയുമാകുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു. രാവിലെ പൂവിടുകയും വൈകുന്നേരം വാടിത്തളരുകയും ചെയ്യുന്ന വയലിലെ പുഷ്പം പോലെ തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസിയെ വിളിക്കുകയും അങ്ങയുടെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായി പുനരുദ്ധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബീന സഹോദരിക്ക് മഹനീയമായ ഉയർപ്പും മനുഷ്യരുമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇയാൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ഇയാളെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് ഈ സഹോദരിയെ ബഹുമാനിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദവരം ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഉപചാരം അർപ്പിക്കുവാൻ വേണ്ടി 2 ലൈനായിട്ട് വരികയും പുഷ്പതലങ്ങൾ മൃതദേഹത്തിൽ ഇട്ട് വശങ്ങളിലൂടെ പോകുവാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം.
Gracias.